ഡോക്ടർ ചോദിച്ചിരുന്നു ഈ ബെയർ ലാൻഡും പിന്നെ അതിനകത്തൊരു വീടുണ്ടെങ്കിൽ അതിന് വില കുറയുന്നുള്ളത്. അതെന്താണ് അങ്ങനെ? അതൊരു പുതിയ അറിവാണല്ലോ. നോർമലി നമ്മളിപ്പോ ഒരു സാധനം കാണുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ ബെയർ ലാൻഡ് ആണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള സാധനത്തെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. മറ്റേത് നമ്മളൊരു സ്ട്രക്ചറാണ് കാണുന്നത്. ഒരു ഡീസൻറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അത് നമ്മൾ ഡിമോളിഷ് ചെയ്യത്തില്ല. കാര്യം ഇത്രയും. പക്ഷെ ഇതിനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി നോർമൽ വീട് പണിയുന്നതിനേക്കാളും കൂടുതൽ ചിലവാകുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഫർദർ ആയിട്ട് അതിനകത്തൊരു നമ്മൾ വിൽക്കാൻ നേരത്ത് അവർക്കൊരു താമസക്കാർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കോൺസെപ്റ്റിലുള്ള ഒരു വീട്ടുകാർക്ക് അവിടെ വരാൻ പറ്റത്തുള്ളൂ. എൻ്റെ ടൈപ്പ് ഓഫ് വീടല്ലേ ഞാനത് ബൈ ചെയ്യണമെന്നില്ല. പക്ഷെ അതേസമയം ഒരു ബെയർ പ്രോപ്പർട്ടി ആണെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിലായിട്ട് ചിന്തിക്കാം, മേടിക്കാം. എപ്പോൾ കുറച്ചുകൂടെ സെയിലബിൾ ആണ്, ഈസി സെയിലബിൾ ആണ്. ഒരു സ്ട്രക്ചർ ഉള്ളതും ഇല്ലാത്തതും നമ്മൾ എടുക്കുവാണെങ്കിൽ ബെയർ ലാൻഡ് ആണ് ഈസി സെയിലബിൾ. ഇപ്പൊ ഇപ്പം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയെക്കാളും നല്ല കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കും. റെന്റൽ ഇൻകം കൂടുതലാണ്, സ്ട്രക്ചറിന്റെ കോസ്റ്റ് കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ സെയിം ഫിസിക്കൽ അസറ്റിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും.